കൂത്തുപറമ്പ് മാലൂരിലെ പനമ്പറ്റ ന്യൂ യു.പി. സ്കൂളിലെ കുട്ടികൾ കാലത്തിനനുസരിച്ച് ഒരു പടി കൂടി മുന്നിലാണ്. AI അധിഷ്ഠിത റോബോട്ടിക് ലാബിലൂടെ കുട്ടികൾ സ്വായത്തമാക്കുന്നത് ശാസ്ത്ര സാങ്കേതിക IT ടെക്നിക്കൽ രംഗത്തെ പുത്തൻ അറിവുകളാണ്. ഹൈടെക് വിദ്യാഭ്യാസം ഇവിടെ നിന്നും തുടങ്ങുന്നു എന്ന് പറയാം. ആദ്യം നമുക്ക് പനമ്പറ്റ ന്യൂ യു.പി. സ്കൂളിനെ അറിയാം. വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ സ്കൂളുകളിൽ നടത്തിയ വിപ്ലവകരമായ മാറ്റം പനമ്പറ്റ ന്യൂ യു.പി. സ്കൂളിനെയും അടിമുടി മാറ്റിക്കഴിഞ്ഞു. പുതിയ കെട്ടിടം മാർച്ച് 14-ന് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. 5 കോടി ചെലവിൽ ആധുനിക സജ്ജീകരണങ്ങളോടെ ഒരുക്കിയ ഈ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച പഠനാനുഭവമാണ് നൽകുന്നത്. ഇനി AI റോബോട്ടിക്സ് ലാബിലേക്ക് കടക്കാം. ദുബായ് ആസ്ഥാനമായുള്ള യുണീക് വേൾഡ് ഓഫ് റോബോട്ടിക്സ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് 10 ലക്ഷം രൂപ ചിലവഴിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടെ റോബോട്ടിക്സ് ലാബ് ഒരുക്കിയത്. പാഠപുസ്തകത്തിലെ പഠനങ്ങൾക്കൊപ്പം പുതിയ സാങ്കേതിക വിദ്യയിലെ പഠനവും വിദ്യാർത്ഥികളെ പുത്തൻ പാതയിലേക്കാണ് നയിക്കുന്നത്. റോബോട്ടിക് ലാബിലെ കുട്ടികളെ നമുക്ക് പരിചയപ്പെടാം. എന്താ പേരെന്താ? സീഹാൻ. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളിയാ. മോന്റെ പേരെന്താ? മുഹമ്മദ്. എന്തൊക്കെയാ ഇവിടെ പഠിച്ചത്? ലാപ്ടോപ്പ് കുറെ പഠിച്ചിട്ടുണ്ട്. ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണോ ക്ലാസ്? എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാ ദിവസവും ഉണ്ടോ ക്ലാസ്? എല്ലാ ദിവസവും ഉണ്ടോ? വ്യാഴാഴ്ച മാത്രമാണ്. ലാപ്ടോപ്പ് പഠനത്തോടൊപ്പം പ്രാക്ടിക്കൽ പഠനവും ഇവിടെയുണ്ട്. ഇതിനായി റോബോട്ട് ഉൾപ്പെടെ നിരവധി ടൂളുകളും സജ്ജമായി കഴിഞ്ഞു. ഒരാഴ്ച മുൻപാണ് കുട്ടികൾ റോബോട്ടിക്സ് ലാബിൽ പഠനം ആരംഭിച്ചത്. യുണീക് വേൾഡ് ഓഫ് റോബോട്ടിക്സ് സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ തന്നെ സ്റ്റാഫായ മലപ്പുറം സ്വദേശിയായ അധ്യാപകൻ വി ഇർഫാൻ അഹമ്മദാണ് വ്യാഴം വെള്ളി ദിവസങ്ങളിലായി കുട്ടികൾക്ക് ക്ലാസുകൾ നൽകുന്നത്. ഇത് പനമ്പറ്റ സ്കൂളിലെ റോബോട്ടിക്സ് ലാബാണ്. ഞാനാണ് റോബോട്ടിക്സും AI ഒക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കൊടുക്കുന്നതിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ നോക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് സോഫ്റ്റ്വെയർ കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടികൾക്ക് ഹാർഡ്വെയറിലോട്ട് നല്ലൊരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. നമ്മൾ പല കോമ്പറ്റീഷൻസിലേക്ക് കുട്ടികൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്. 1 മുതൽ 7 വരെ ക്ലാസുകളിലെ കുട്ടികൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ വിവിധ സമയങ്ങളിലാണ് ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. റോബോട്ടിക്സ് ലാബിലെ പഠനം വേറിട്ട അനുഭവം നൽകുന്നതായി വിദ്യാർത്ഥികളായ കാർത്തികിയും ലുക്മാനുവൽ ഹക്കീമും പറയുന്നു. റോബോട്ടിക് ലാബ് ഉള്ളതുകൊണ്ട് കുറെ ഉപകാരങ്ങൾ ഉണ്ടായി. കുറെ കോഡ് പഠിക്കാൻ പറ്റി. അത് മാത്രമല്ല വേറെ ഏത് സ്കൂളിലാത്ത ഒരു സൗകര്യം ഇവിടെ ഒരുക്കി തന്നു. റോബോട്ടിനെ പറ്റിയുള്ള ഭാഷകൾ എല്ലാം പഠിക്കാൻ പറ്റി. ഇത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. മറ്റുള്ള സ്കൂളൊന്നും ഇല്ലാത്തത് നമ്മുടെ സ്കൂളാകുമ്പോൾ ഒരു പ്രത്യേക അഭിമാനമാണ്. ഇപ്പോൾ ഇത് നമുക്ക് കോഡിങ് പഠിപ്പിക്കും, റോബോട്ടിനെ കുറിച്ച് പഠിപ്പിക്കും, അങ്ങനെ സെൻസേഴ്സും സ്പീക്കേഴ്സും അങ്ങനത്തെ എല്ലാം ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മളൊരു ഭാഗ്യമാണ്. ഓരോ ക്ലാസുകൾക്കും അനുസരിച്ച് ആദ്യഘട്ടത്തിൽ സോഫ്റ്റ്വെയറുകളും കോഡിംഗ്സുമാണ് പഠിപ്പിക്കുന്നത്. കുട്ടികളുടെ അനുഭവ സമ്പത്ത് വളർത്താനൊരുക്കിയ 3500-ലധികം പുസ്തകങ്ങളുള്ള ലൈബ്രറിയും സയൻസ് ലാബും കളിയിടവുമെല്ലാം കുട്ടികളുടെ സ്കൂളിലെ പഠനാന്തരീക്ഷം മികവുറ്റതാക്കുന്നു. സ്കൂൾ ഹെഡ്മാസ്റ്റർ TP രഞ്ജിത് കുമാർ തന്റെ സ്കൂളിനെ പറ്റി അഭിമാനത്തോടെ പറയുന്നതിങ്ങനെ. പനമ്പറ്റ ന്യൂ യു.പി. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പുരോഗതിയുടെ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ഈ ഭൗതിക സാഹചര്യത്തിൽ വന്ന അഭൂതപൂർവമായ വളർച്ച മാലൂരിലെ വിദ്യാഭ്യാസ രംഗത്ത് പുതിയൊരു ഏട് എഴുതി ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളും കെട്ടിടങ്ങളും ഈ രീതിയിൽ മാറിയപ്പോൾ തന്നെ ഉണ്ടായ പുതിയൊരു ആശയമാണ് AI റോബോട്ടിക് ലാബ് എന്നുള്ളത്. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യുണീക് വേൾഡ് റോബോട്ടിക് എന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇത്തരത്തിലുള്ള ഒരു ലാബ് ഇവിടെ സജ്ജീകരിച്ച് തന്നിട്ടുള്ളത്. ഏകദേശം 10 ലക്ഷത്തോളം രൂപ വില വരുന്ന സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ ലാബിൽ ഒരുക്കിയിട്ടുള്ളത്. ആധുനിക കാലഘട്ടത്തിൽ കുട്ടികൾക്ക് സാങ്കേതികമായ വിദ്യാഭ്യാസം നൽകുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഇന്നിപ്പോൾ റോബോട്ടിക്കിൻ്റെ അറിവ് സ്വായത്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ തലത്തിലും ഏറ്റവും മികച്ച പഠന അനുഭവം തന്നെയാണ് പനമ്പറ്റ ന്യൂ യു.പി. സ്കൂളിലെ കുട്ടികൾക്ക് ലഭിക്കുന്നത്.
കാലത്തിനനുസരിച്ച് മാറുക തന്നെ വേണം. അതിനൊരു ഉദാഹരണമാണ് കൂത്തുപറമ്പ് മാലൂരിലെ പനമ്പറ്റ ന്യൂ UP സ്കൂൾ ലാബിൽ ഒരുക്കിയ റോബോട്ടിക്സ് ലാബിൽ നിന്നും കുട്ടികൾ സ്വായത്തമാക്കുന്നത് നൂതന സാങ്കേതിക വിദ്യകളാണ്. കുട്ടികൾ കണ്ടും അറിഞ്ഞും അനുഭവിച്ചും തന്നെ വളരട്ടെ. ക്യാമറാമാൻ അനീഷ് കൂത്തുപറമ്പിനൊപ്പം വർഷ ഹരിദാസ്, ന്യൂസ് സൈറ്റ്. ഒരു ഫോൺ കോൾ മതി, ജിയോസാൻ നിങ്ങളെ വീട്ടുമുറ്റത്തെത്തും. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോസാൻഡും ജിയോമിക്സ് കോൺക്രീറ്റും.